ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീട്ടിലേക്ക് പോകേണ്ടത് ടാറ്റാ. തലേ ദിവസത്തെ തൊട്ടുള്ള പാത്രങ്ങളും സാധനങ്ങളും എല്ലാം നിരന്ന് കിടക്കും കേട്ടോ. അപ്പോൾ നമുക്കൊന്നും നോട്ട് ക്ലീൻ ചെയ്യണം കേട്ടോ. ആദ്യം ഇതെല്ലാം ഒന്ന് കഴുകി തറയൊക്കെ ഒന്ന് തുടയ്ക്കണം. അപ്പം നമുക്കിതെല്ലാം ഒന്ന് അടിപൊളിയായിട്ട് ക്ലീൻ ആക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഉച്ചക്കത്തേക്ക് കൊച്ചിന് കൊണ്ടുപോകാൻ വേണ്ടി കുറച്ച് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കാം കേട്ടോ. വെണ്ടയ്ക്കായും പിന്നെ ഈ സവോളയും കൂടെ ഇട്ട് ഇച്ചിരി മുളക് പൊടിയൊക്കെ ഇട്ട് ഉണ്ടാക്കുന്ന ഒരു മെഴുക്കുവരട്ടി കേട്ടോ അവൾക്ക് ഏറ്റവും ഇഷ്ടമേ. അപ്പം അവൾക്ക് വേണ്ടി മാത്രം കേട്ടോ അത് ഉണ്ടാക്കുന്നത്. പിന്നെ ഉച്ചയ്ക്ക് പച്ച തക്കാളിയുണ്ട്, തക്കാളി അരിഞ്ഞ് നമുക്ക് തോരൻ വെക്കാം കേട്ടോ. അപ്പോൾ ഇത് വൈകിട്ട് കൊണ്ടുവന്ന പച്ചക്കറി കേട്ടോ. അപ്പോൾ ഞാനിത് നല്ലപോലെ ഉപ്പ് വെള്ളത്തിലൊക്കെ കഴുകി ഉണങ്ങാനിടും കേട്ടോ. ഉണങ്ങി കഴിഞ്ഞ ശേഷമേ ഞാൻ ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെക്കുള്ളേ. അപ്പോൾ നമുക്കിതെല്ലാം പെറുക്കിയെടുത്ത് ചെറിയൊരു മെഴുക്കുവരട്ടി ഉണ്ടാക്കാം കേട്ടോ. തോരനുള്ളത് കൊണ്ട് കുറച്ച് വെണ്ടയ്ക്ക കേട്ടോ ഞാൻ എടുക്കുന്നുള്ളൂ. ഏകദേശം ഇത്ര വെണ്ടയ്ക്ക മതി കേട്ടോ. അവൾക്ക് കൊണ്ടുപോകാനും അവൾക്ക് വൈകിട്ടത്തേക്കുള്ള കറിയും കൂടെ മാത്രം മതി കേട്ടോ. രണ്ടും കൂടെ എടുത്തേക്കാലേ. അപ്പോൾ നമുക്ക് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കാം.
അപ്പം നമ്മളിന്ന് കാപ്പിക്ക് ഉണ്ടാക്കുന്നത് ദോശയും ചമ്മന്തിയാണ് കേട്ടോ. മാവ് ഓൾറെഡി അരച്ച് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് ഫൈനായിട്ട് പുളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ തേങ്ങായും മുളക് പൊടി അരച്ച് വെച്ചിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട്. ഒരുപാട് ഫൈനായില്ലെങ്കിലും അത്യാവശ്യം നല്ലപോലെ അരക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ചട്ടി അടപ്പത്ത് വെച്ചു, കടുക് പൊട്ടിച്ചു, ചെറിയുള്ളി ഇച്ചിരി ഏറെ ഇടണം കേട്ടോ. ചെറിയുള്ളി അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലപോലെ ഇട്ട് വഴറ്റുക കേട്ടോ. അപ്പോൾ എൻ്റെ പൊന്നാച്ചി എൻ്റെ കൂട്ടത്തിൽ അടുക്കളയിൽ വന്നിരുന്ന കേട്ടോ പഠിക്കുന്നത്. എനിക്കല്ലാതെ അടുത്തിരുത്തി പഠിപ്പിക്കാൻ പറ്റത്തില്ല. സ്കൂള് പോകുന്ന ദിവസങ്ങളിൽ നമുക്ക് കഞ്ഞിയും കറിയും കാപ്പിയും എല്ലാം ആക്കണമല്ലോ. 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും കഴിച്ച് ഇവിടുന്ന് ഇറങ്ങണം. അപ്പോൾ അതിനനുസരിച്ച് എല്ലാം സെറ്റപ്പാക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഓർക്കുന്നത് എൻ്റെയൊക്കെ കുഞ്ഞിലത്തെ പ്രായമാണ് കേട്ടോ. ഞങ്ങളുടെയൊക്കെ അവിടെ എന്ന് വെച്ചാൽ നല്ല തണുപ്പാണ് രാവിലെ. അപ്പോൾ നമുക്കൊന്നും മേശയൊന്നും ഇല്ല അന്നിരുന്ന് പഠിക്കാനൊന്നും. രാവിലെ വെട്ടമൊക്കെ വേണ്ടേ. അപ്പോൾ വെട്ടമെന്ന് വെച്ചാൽ കറണ്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഒരു കുഞ്ഞ് തിണ്ണയുണ്ടായിരുന്നു കേട്ടോ. ആ തിണ്ണയിൽ ചാക്കെല്ലാം വിരിച്ച് ഫ്രണ്ടിൽ വന്നിരുന്ന് എഴുതി പഠിക്കുമായിരുന്നു കേട്ടോ. നല്ല തണുപ്പായതുകൊണ്ട് കമ്പിളിയെല്ലാം പൊതിഞ്ഞ് നല്ല സൂപ്പറായിട്ട് കാലൊന്നും തണുക്കാതെ. വേറൊരു തമാശ എന്ന് വെച്ചാൽ കുണ്ടി കുത്തി കിടന്നാണ് പഠിക്കുന്നത്. കുണ്ടി കുത്തിയിരുന്നാണ് എഴുതുന്നത്. കാരണം മേശയൊന്നും ഇല്ലല്ലോ. അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ എനിക്കതങ്ങ് ഓർമ്മ വന്നു വിളിയിരുന്ന് പഠിക്കുന്നത് കണ്ടപ്പോൾ കേട്ടോ. നമ്മുടെ ഉള്ളി നല്ലപോലെ വഴണ്ടി വന്നിട്ടുണ്ട്. വഴണ്ടി വന്ന ഉള്ളിക്കകത്തേക്ക് നമ്മൾ എന്താ ഇട്ട് കൊടുക്കുന്നത്, അരച്ച് വെച്ച ചമ്മന്തിക്ക് അരച്ച് വെച്ച ഞാൻ ഇച്ചിരി ലേശം ഉപ്പും കൂടെ ചേർത്താണ് കേട്ടോ വെക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ പറയും ചമ്മന്തി തിളച്ച് പോകാൻ പാടില്ല എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. പക്ഷെ ഞാനൊന്ന് ചെറുതായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും കേട്ടോ ഞാൻ വാങ്ങുള്ളൂ. അപ്പോൾ ഞാനെല്ലാം ഓൾറെഡി വെള്ളമെല്ലാം ചേർത്ത് ഉപ്പെല്ലാം ചേർത്ത് വെച്ചേക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്തു. ഇനി നല്ല സൂപ്പറായിട്ട് നമുക്കൊന്ന് ഇളക്കി ചൂടാക്കി ചെറിയ ചൂടും ചെറിയ കുമ്പളയും കൂടെ വരുമ്പോൾ നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. അതിന് ശേഷം ഞാൻ ദോശ ഉണ്ടാക്കാൻ പോവാം കേട്ടോ. നമ്മുടെ കാപ്പിക്ക് ദോശയാണ്. അപ്പോൾ നമ്മൾ ദോശ ഉണ്ടാക്കി. ദോശയും ചമ്മന്തിയാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ ചെറിയൊരു മെഴുക്കുവരട്ടി മാത്രം കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഓൾറെഡി കുറച്ച് മത്തി ഇരിപ്പുണ്ട്. മത്തി കറി വെക്കണം. അപ്പോൾ ഞാൻ ഈ പച്ചത്തക്കാളി നല്ല അടിപൊളിയായിട്ടൊരു ചെറിയൊരു തോരൻ വെക്കാൻ വേണ്ടി പോവാം കേട്ടോ. ചെറുതായിട്ട് പച്ചത്തക്കാളി നല്ല അടിപൊളിയായിട്ട് കുനുകുനാന്ന് അരിയുക. അതിനകത്തേക്ക് ഒരു സവോള, ഒരിച്ചിരി ഏറെ പച്ചമുളക് വേണം കേട്ടോ. കാരണം ആ ഒരു പുളിയും എരിവും കൂടി ഉണ്ടെങ്കിലാണ് അടിപൊളിയായിരിക്കുള്ളൂ കേട്ടോ. പിന്നെ ഇച്ചിരി ഏറെ തേങ്ങായും ചിരണ്ടിയിടണം. സവോളയോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ചെറിയുള്ളി ആണെങ്കിലും നല്ലതാണ്, സവോളയാണെങ്കിലും നല്ലതാണ്. എനിക്ക് എളുപ്പത്തിൽ ഞാൻ സവോളയാട്ടോ എടുക്കുകയുള്ളൂ. അതിനുശേഷം തേങ്ങായും ചിരണ്ടിയിട്ട് ഒരു കുഞ്ഞ് ഇഞ്ചി കഷ്ണം അതും കൂടെ നമുക്കതിനകത്ത് വേണം കേട്ടോ. അതും കൂടെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് അരിഞ്ഞ് നമ്മൾ മൺചട്ടിക്കകത്താട്ടോ വെക്കുന്നത്. പ്രത്യേകിച്ച് എണ്ണയോ കാര്യങ്ങളോ ഇതിനകത്തൊന്നും നമ്മൾ ചെയ്യണ്ട. നമ്മൾ ഏറെ തേങ്ങയല്ലേ ചേർക്കുന്നത്. തേങ്ങയ്ക്കകത്തുള്ള എണ്ണയെല്ലാം ഇറങ്ങും. പിന്നെ നമ്മൾ എണ്ണ ഒഴിച്ച് ഒത്തിരി കുഴഞ്ഞൊന്നും പോവുകയില്ല കേട്ടോ. അത്യാവശ്യം ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കുന്നത്. ഇപ്പോൾ എല്ലാവരുടെയും സംശയമായിരിക്കും പച്ചത്തക്കാളി കുഴഞ്ഞു പോവുകയില്ലേന്ന്. മൺചട്ടി ആയതുകൊണ്ടും ഒരുപാട് അങ്ങ് കുഴഞ്ഞൊന്നും പോവുകയില്ല കേട്ടോ. പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇച്ചിരി ഏറെ കറിവേപ്പിലയൊക്കെ ഊരി അങ്ങ് ഇടണം കേട്ടോ. നമ്മൾ പാവയ്ക്ക തോരനൊക്കെ വെക്കുന്ന പോലെ കേട്ടോ. ഇവിടെ അങ്ങനത്തെ തോരനൊക്കെ വെക്കുന്ന മൺചട്ടിക്കകത്ത് വെക്കുന്ന ഒന്നും എണ്ണ ഒഴിച്ചൊന്നും അല്ല വെക്കുന്നത്. അതങ്ങ് പൊത്തിക്കൂട്ടി അടപ്പത്തേക്ക് കൊണ്ടേ അങ്ങ് വെക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അടപ്പത്തേക്ക് കൊണ്ട് വെച്ച് കഴിഞ്ഞിട്ട് ഒരുപാട് തീയിടരുത്. ഒരുപാട് തീയിട്ടിട്ടുണ്ടെങ്കിൽ കത്തിപ്പോവും കേട്ടോ. ആദ്യമേ നമ്മൾ ആവി കയറുന്ന വരെ ഒരു തീയിട് കൊടുക്കുക. അതിനുശേഷം പയ്യെ പൊത്തിക്കൂട്ടി ചെറിയ കനലിനകത്ത് വെക്കണം കേട്ടോ. എന്നിട്ട് അത് ഇളക്കി 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 പയ്യെ ഒരു ഫൈനാക്കി ഒരു ഏകദേശമൊക്കെ അറിയാമല്ലോ, നമുക്ക് കറി ഉണ്ടാക്കുന്നൊക്കെ അറിയാം. അപ്പോൾ ആ ഒരു സംഭവത്തിലങ്ങ് എടുത്ത് നല്ലപോലെ ഇളക്കി പെറുക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കഞ്ഞിയൊക്കെ നല്ലപോലെ തിളച്ച് വേകാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തേക്കുക കേട്ടോ. കാരണം എന്താ പറയുക, കഞ്ഞി വാർക്കാറായില്ല, ഒന്നുകൂടെ തിളയ്ക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് അടിയിൽ നിന്ന് പിടിക്കുകയൊന്നും ചെയ്യാതെ ഞാൻ ഇളക്കിയിട്ട് കൊടുത്തു മൂടി വെച്ച് കേട്ടോ. ഇനി അടുത്ത് നമുക്ക് നമ്മൾ തക്കാളി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഉപ്പൊക്കെ ഒഴിച്ചാട്ടോ അടുപ്പത്ത് വെച്ചതിന് ഏകദേശം ഇങ്ങനെയൊക്കെ ഇരിക്കും. പിന്നെ നമുക്ക് ഒരുപാട് ഡ്രൈ ഒന്നും ആകാൻ പറ്റില്ല. തോരൻ പോലെ ഇതാകൊണ്ട് ഈ ഒരു പരുവത്തിലാകും കേട്ടോ. നമ്മൾ എന്താ പറയുക, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മളങ്ങനെ നിൽക്കും കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നല്ല മണമാട്ടോ. നല്ലതെന്ന് വെച്ചാൽ ഇഞ്ചിയുടെയും കറിവേപ്പിലയുടെയും പിന്നെ ഒരു പുളിമണം ഉണ്ടല്ലോ തക്കാളിക്ക്, ആ ഒരു പുളിയുടെ ഒക്കെ മണമായിട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ തോരനായി. അപ്പോൾ നമ്മുടെ കഞ്ഞിയും തോരനും വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയും ദോശയും ചമ്മന്തിയും ഒക്കെ നമ്മളുണ്ടാക്കി കേട്ടോ. ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചേട്ടായി കഴിഞ്ഞ ദിവസം കുറച്ച് മത്തി മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ നല്ല മത്തി അടിപൊളിയായിട്ട് ഫൈനായിട്ട് ഇതൊന്ന് വെട്ടി കറി വെക്കണം കേട്ടോ. അതാണ് നമ്മുടെ അടുത്ത ടാസ്ക്.
അപ്പോൾ അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് വെട്ടി ഞാൻ അരപ്പൊക്കെ ഉണ്ടാക്കി കഷ്ണങ്ങളെല്ലാം പെറുക്കിയിട്ട് നല്ല അടിപൊളിയായിട്ടൊരു മത്തിക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഈ മത്തിക്കറിയുടെ റെസിപ്പി ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വീഡിയോ കാണാത്തവർ ചെന്ന് കാണണം കേട്ടോ. അടിപൊളി മത്തിക്കറിയാണ്. നല്ല പുളിയും നല്ല സൂപ്പർ എരിവും പുളിയും നല്ല കളറും എന്താ പറയുക എല്ലാം നല്ല അടിപൊളിയായിട്ട് പിടിച്ച അടിപൊളിയായിട്ട് സൂപ്പറായിട്ടുള്ള ചോറിൻ്റെ കൂട്ടത്തിലോ കപ്പയുടെ കൂട്ടത്തിലോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു മത്തിക്കറി ആട്ടോ നമ്മളിന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും പോയി വീഡിയോ കാണണം കേട്ടോ. അടിപൊളി വീഡിയോ ആണ്. അതിനുശേഷമാണ് കേട്ടോ ഞാൻ കാപ്പി കുടിക്കുന്നത്. കാപ്പിക്ക് ഞാൻ ദോശയും ചമ്മന്തിയും ഒരു ചെറിയ ബുൾസയും ഉണ്ടാക്കി. അതിനുശേഷം അവൾ ആദ്യമേ കഴിച്ചതാണ് കേട്ടോ. കുഞ്ചി ആദ്യമേ ഇരുന്ന് നല്ല രീതി കഴിച്ചതാണ്. ഞാൻ കഴിക്കുന്നത് കണ്ടപ്പം അവൾ മുട്ട എന്നൊക്കെ പറഞ്ഞ് അവൾ എൻ്റെ കൂട്ടത്തിൽ വന്നിരുന്നു കേട്ടോ. അപ്പം ഞാനും അവളും കൂടെ കൂടി അവൾക്ക് ഞാൻ വാരി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ നല്ല സൂപ്പറായിട്ട് ഇരുന്ന് കാപ്പിയെല്ലാം കുടിച്ചു കേട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു. കാരണം 10, 10:30, 11 മണിയായിട്ടോ ഞാൻ കാപ്പി ചേട്ടായി രാവിലെ വെട്ടാൻ പോയതായിരുന്നു. വെട്ടിക്കഴിഞ്ഞ് വരുമ്പോൾ ചേട്ടായി ചോറാട്ടോ കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാൻ പെട്ടെന്ന് മീൻകറി ഉണ്ടാക്കിയതേ. കുറച്ച് തുണിയൊക്കെ അലക്കിയിടാനുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അലക്കിയിട്ടപ്പോഴത്തേക്ക് മഴ പെയ്യാൻ തുടങ്ങി. മഴ കൂടുന്നുണ്ട് കേട്ടോ. ഇത്രയും നേരം വെയിലായിരുന്നു. ഞാൻ അലക്കിക്കൊണ്ട് ചേട്ടയുടെ കുറേ പണിത്തുണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അലക്കിക്കൊണ്ട് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ. ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുക. വലിയ മഴയാണെങ്കിൽ തുണി മൊത്തം പൊട്ടിഞ്ഞ് വരും. പക്ഷെ തെളിച്ചമുണ്ട്, നല്ല ചൂടുമുണ്ട് കേട്ടോ. അതിനുശേഷം പിന്നെ കുറച്ച് പരിപാടികളൊക്കെ ആയിരുന്നു കേട്ടോ. കുറച്ച് ടെൻഷനൊക്കെ ആയിപ്പോയി. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വേറൊരു വീഡിയോ ഞാൻ പറയാം കേട്ടോ. അത് പ്രശ്നങ്ങളൊക്കെ കുറച്ച് മാറിയിട്ടേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ഞാൻ ആശുപത്രിയിൽ പോവുകയാണ്. ആശുപത്രിയിൽ പാലായിലാണ് പോകുന്നത് കേട്ടോ. പാലായിൽ ബെറ്റി ഡോക്ടറിൻ്റെ അടുത്താണ് പോകുന്നത്. കാർമൽ ആശുപത്രി ഇരിക്കുന്ന ഡോക്ടർ വൈകുന്നേരം ഒരു ഏകദേശം 5 മണി തൊട്ട് 6 മണിയൊക്കെ വരെ അവിടെ ഇരിപ്പുണ്ട്. വീട്ടിൽ OPയിൽ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം ഡോക്ടറെ കാണാൻ വേണ്ടി പോവുമായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഓൾറെഡി എനിക്ക് PCOD എന്ന് പറഞ്ഞ പ്രശ്നമുണ്ടെന്ന്. അപ്പം നമ്മൾ അവിടെ മരുന്ന് മേടിക്കുന്നുണ്ട് കേട്ടോ ഡോക്ടറിൻ്റെ അടുത്തുനിന്ന്. അപ്പോൾ ഞാൻ മേടിക്കാൻ വേണ്ടി പോയതാട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ പാലായക്കടി ഇങ്ങനെ മന്ദം ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ചേട്ടായി ഞങ്ങൾ എവിടെയൊക്കെയോ ഇട്ടിട്ട് ചേട്ടയുടെ വഴിക്ക് പോയി. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു ഓട്ടോയൊക്കെ വിളിച്ച് ഡോക്ടർ ബെച്ചിയുടെ വീട്ടിലേക്ക് പോവാം കേട്ടോ. നമ്മളവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുവാണ് ഡോക്ടർ ബെച്ചിയുടെ വീടിൻ്റെ പുറത്ത് കേട്ടോ. അപ്പോൾ ഡോക്ടർ ബെച്ചീനെ കണ്ടു. മരുന്നൊക്കെ മരുന്ന് തരത്തില്ല. മരുന്ന് നമുക്ക് പുറത്തേക്കാട്ടോ എഴുതി തരും. നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ പോയാണ് മരുന്നൊക്കെ മേടിക്കുന്നത്. അപ്പം കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഹെവി ബ്ലീഡിങ് അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളതിന് മരുന്ന് മേടിക്കാൻ വന്നതാണ്. അങ്ങനെ അപ്പം നമ്മൾ വെയിറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ തിരിച്ചു പോരുക കേട്ടോ. പിന്നെ ഒന്നിൻ്റെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ നമ്മൾ തിരിച്ചു പോന്നു. തിരിച്ചു പോരുന്ന വഴിക്ക് നമ്മുടെ ഭരണങ്ങാനത്ത് പള്ളിയിലൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയുക പെരുന്നാളിൻ്റെയൊക്കെ ആഘോഷങ്ങളൊക്കെ തുടങ്ങി കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ ഭരണങ്ങാനം പള്ളിയിലേക്കൊക്കെ വരിക പെരുന്നാളൊക്കെ കൂടാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെയൊക്കെ വീടിൻ്റെ അടുത്താണ്. കുറച്ച് ദൂരമാണ്, 3/4 മണിക്കൂറൊക്കെ ദൂരമേ ഉള്ളൂ കേട്ടോ ഭരണങ്ങാനത്തിന്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്